ഞങ്ങളുടെ പെരുന്നാൾ ദിവസം എങ്ങനെയായിരുന്നു നോക്കിയാലോ. അപ്പോൾ രാവിലെ കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ, പള്ളിയിൽ പോലൊക്കെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പള്ളി നിസ്കാരം കഴിഞ്ഞ് കൊച്ചാച്ചൻ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇക്കാക്ക വന്നത്. പിന്നെ അവരുടെ ഈദുബാറക്ക് പറയലും കെട്ടിപ്പിടിക്കലൊക്കെയാണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാസ്താക്കാൻ വേണ്ടി ഇരുന്നിട്ടോ. നമുക്ക് ഇന്ന് അരിപ്പത്തിരിയും ചിക്കൻ ഫ്രൈയും തേങ്ങാപ്പാലും പിന്നെ നല്ല അടിപൊളി ബീഫ് റോസ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് പൈനാപ്പിളും ഉണ്ടായിരുന്നു കേട്ടോ. പെരുന്നാൾ ആയിക്കഴിഞ്ഞാൽ ബിരിയാണി ഇല്ലാതെ പറ്റില്ല കേട്ടോ. നമുക്ക് ഇന്ന് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ അച്ചാറും ചമ്മന്തിയും പപ്പടവും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ദഹിച്ച് സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് മിറിൻ്റെയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എണീച്ചപ്പോഴത്തേക്കും ഇത്താത്തയും ഇക്കാകയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റെഡിയായി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അമ്മായിമുക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മായിമുക്ക് ഞങ്ങൾ ചെന്നപ്പോഴും തിരക്കിനൊരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ പിള്ളേർക്ക് പേരെഴുതിയ മോതിരം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോതിരമൊക്കെ വാങ്ങിച്ചു. പിന്നെ ഒരു കരിക്കിൻ ജ്യൂസും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാമാന്റെ വീട്ടിലും അമ്മായിന്റെ വീട്ടിലേക്ക് പോയി ഞങ്ങൾ തിരിച്ച് 10 മണിയായിട്ട് വീട്ടിലേക്ക് എറിയപ്പോൾ